മാസ്ലോവിന്റെ ലോ തന്നെയാണ് നമ്മുടെ ആശ്രമ വ്യവസ്ഥ. ഏത് മനുഷ്യനും അവനവന്റെ അതാത് പ്രായത്തിൽ അതാത് കാലത്തെ ആവശ്യങ്ങൾ നിറവേറ്റിപ്പോയാൽ മാത്രമേ പടിയായിട്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള സംസ്കരണം നടന്ന് ലക്ഷ്യത്തിലെത്തുള്ളൂ. ഫാസ്റ്റ് ട്രാക്ക് ജമ്പ് ചെയ്യാൻ നോക്കിയ അപകടമാണ്. അതിന് പക്വതപ്പെട്ട ശരീരങ്ങളും മനസ്സും ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് ബ്രഹ്മചര്യം, അത് കഴിഞ്ഞിട്ട് ഗാർഹസ്ഥ്യം, ഗാർഹസ്ഥ്യം കഴിഞ്ഞ് സന്യാസം, സന്യാസം കഴിഞ്ഞ് വാനപ്രസ്ഥം, ഈ വാനപ്രസ്ഥം കഴിഞ്ഞാൽ വേണമെങ്കിൽ അത്യാശ്രമി ആവാം. ഇങ്ങനെ ക്രമം പണ്ട് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ നമുക്കങ്ങനല്ല. നമുക്ക് ഇടയിൽ കയറണം, ക്യൂവിൻ്റെ ഇടയിൽ കയറി കളിക്കണം. നമ്മൾ ക്യൂവിൻ്റെ ഇടയിൽ കയറുന്ന ആൾക്കാരാണ്. നമുക്ക് ക്യൂ നിന്ന് പോകാൻ വയ്യ. അവിടെ കയറുക, അവിടെ കയറുക, ഇവിടെ കയറുക നമ്മുടെ പണി. അപ്പോൾ ഇവിടെ വരുന്ന വിഷയമാണ്. പിന്നെ സ്പിരിച്വൽ പ്രാക്ടീസസിൽ, ആധ്യാത്മിക സാധനങ്ങളിൽ അഹങ്കാരം കാണിക്കുക, അതിനെ ദുർവിനിയോഗം ചെയ്യുക. അതാണ് പറഞ്ഞത് അർത്ഥം സമ്പാദിക്കാൻ അഗ്നിഹോത്രാദികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച്. ബ്രാഹ്മണ്യം കൊണ്ട്, അത് ഒരു ജാതിയിൽ ജനിച്ചോണ്ട്, ശരിക്കും ബ്രഹ്മത്തെ അറിഞ്ഞവൻ മാത്രമാണ് ബ്രാഹ്മണൻ. ജാതി കൊണ്ട്, ജന്മം കൊണ്ട് അത് കിട്ടി എന്നുള്ളത് കൊണ്ട് കുന്തിച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ട് കളിയാക്കണം. ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചെന്ന് പറയാൻ കാരണം നമ്മൾക്ക് നിത്യജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ അഹങ്കാരം വന്നാലും കുഴപ്പമില്ല. അവർ പാവങ്ങളാണ്. അവർ ശരീരബോധം കൊണ്ട് അഹങ്കരിക്കുന്നത്. ആധ്യാത്മികതയിൽ അഹങ്കാരം വന്നാണ്ടല്ലോ സർവാശമാണ്. അത് അമൃതിൽ ഒരു തുള്ളി നഞ്ചിടണ പോലെയാണ്. ഞാൻ ഇന്നലെയല്ലേ പറഞ്ഞത്, സഹസ്രനാമം വായിക്കുമ്പോൾ അപ്പുറത്തിരിക്കണ ഒരു അമ്മ ഒന്ന് തെറ്റിച്ച് വായിച്ച അപ്പം ഇമ്പർക്ക് നോക്കണ ആൾക്കാരെ, അവിടെ നിന്ന് തുടങ്ങണു അഹങ്കാരം. ഞാൻ ശരിയായി വായിക്കുന്നു, അവർ തെറ്റായി വായിക്കുന്നു. ഈ ബോധം വന്നാൽ കഴിയും. പിന്നെ വസ്തുക്കളോടുള്ള നമ്മുടെ ഒബ്സഷൻസ്, അമിതമായ ഭ്രാന്ത്. ഇപ്പം നമ്മൾ അത് ഈശ്വരനിലും ആരോപിക്കും. ഗുരുവായൂരപ്പന് വെണ്ണ ഇഷ്ടമാണ്, പട്ട് ഇഷ്ടമാണ്, അലങ്കാരം ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ ഇഷ്ടത്തിനാണ് അവിടെ കൊടുക്കണത്, അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനെ അങ്ങോട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ അത് അങ്ങനെ ഇഷ്ടം കാണിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരമ്മ ഒരു അരഞ്ഞാണം കൊണ്ടുവച്ചു, എൻ്റെ മുന്നിൽ നിന്നുണ്ടായ സംഭവം. അരഞ്ഞാണം കൊണ്ടുവച്ചു, അവർക്കത് അപ്പം തന്നെ ചാർത്തി കാണണം. പക്ഷെ അന്ന് അലങ്കാരം കഴിഞ്ഞിരുന്നു. മേശാന്തി പറഞ്ഞു കഴിഞ്ഞു, അലങ്കാരം കഴിഞ്ഞു. അയ്യോ, ഞാൻ ഇന്ന സ്ഥലത്ത് ഇത്രയും ദൂരത്തുനിന്ന് വന്നാണ്, എനിക്ക് ഇന്ന് തന്നെ പോകണം, എനിക്ക് കാണണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് നടക്കില്ല, നാളെ രാവിലെ, നാളത്തെ ഉച്ചപൂജയ്ക്ക് ചാർത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ചു, ശ്രീകോവിലിനുള്ളിൽ. ഈ അമ്മ പുറത്തിറങ്ങിയപ്പോൾ ആരോ ചോദിച്ചു ഒന്നുകൂടെ തൊഴണോ ചോദിച്ചു. അവർ ക്യൂ കയറി നിന്നിട്ട് ക്യൂ നീങ്ങുന്നില്ല. അവരെ നിർത്തിയത് പുറത്തെ ക്യൂ അല്ല, സ്റ്റാഫ് ക്യൂവിലെങ്ങാണ്ടാ, ഈ 1000 രൂപയുടെ ക്യൂവിലൊക്കെയാണ് പണ്ട് നിർത്തിയത്. കുറേ നേരം നിന്നു. അപ്പോഴാ പുണ്യാഹ ഉണ്ട് എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് ഇവർ വന്നപ്പോണ്ട് ഈ കൊടുത്ത അരഞ്ഞാണ് കഴുത്തിൽ നെക്ലസ് ആയിട്ട് ഇട്ടിട്ട് നിൽക്കണു മൂപ്പര്. ഇവരങ്ങോട്ട് പുറത്ത് കിടന്നു ഉടനെ മൂപ്പര് ഏതോ ഒരു കുട്ടിയെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ചു. പുണ്യാഹായി വീണ്ടും കുളിച്ചു. അപ്പോൾ വീണ്ടും സ്വർണ്ണം ഇടണമല്ലോ. അപ്പോൾ ഓദിക്കാൻ വന്നപ്പോൾ മേശാന്തി അവിടെ വെച്ചിട്ട്, മേശാന്തിയെ ചെയ്യില്ല, ഓദിക്കന്മാരാണല്ലോ ചെയ്യുക. അവർ നോക്കുമ്പോൾ ഈ അലങ്കാരിക്കാൻ ഈ ആഭരണ കണ്ടത്, ഓദിക്കണത് അരഞ്ഞാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം കഴുത്തിലിട്ട് കൊടുത്തു. അപ്പോൾ ഹരയിലെടുത്ത് സാർ കഴുത്തിലിട്ടിട്ട് നല്ല സുന്ദരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഗുരുവായൂരപ്പൻ അപ്പം എടുത്ത് ധരിക്കണം. അത് നമ്മളങ്ങനെ അദ്ദേഹത്തിലേക്ക് ആ സ്നേഹം കൊടുത്തു അദ്ദേഹം നമ്മളെ സന്തോഷിപ്പിക്കാൻ ചെയ്യണേ. പക്ഷെ നമ്മളാ മെറ്റീരിയൽ ഒബ്സഷൻ കാണിക്കാൻ പാടില്ല. പട്ടണക്കാരുടെ മെറ്റീരിയൽ ഒബ്സഷൻ എങ്ങനെയാണ്? ഒരു സൂചി വെച്ചിട്ട് അച്ഛാ നീ മരിക്കുമ്പോൾ ഈ സൂചി പോലും കൊണ്ടുപോയില്ല എന്ന് മകൻ പറഞ്ഞിട്ട് പോയി. അതുപോലെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹിപ്പോക്രസി, ഒന്ന് പറയുക വേറൊന്ന് പ്രവർത്തിക്കുക, അത് ചെയ്യരുത്. ആധ്യാത്മികതയിൽ പ്രത്യേകിച്ചും ചെയ്യരുത്. അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് വന്ദിക്കേണ്ട ആൾക്കാരെ വന്ദിക്കണം.